പെപ്പെ എന്ന പേര് കേൾക്കാത്തവരായി ഈ ഫുട്ബോൾ ലോകത്ത് ആരും ഉണ്ടാകില്ല. ഡിഫൻഡർമാരെ ആരാധിച്ചവരുടെയും ഒരു ഡിഫൻഡറാകാൻ ആഗ്രഹിച്ചവരുടെയും തെരഞ്ഞെടുപ്പുകളിൽ ആദ്യത്തേത് എന്ന് അവകാശപ്പെടാവുന്ന പേരുകളിൽ ഒന്ന് തന്നെയാണത്. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി അയാൾ ഈ ഫുട്ബോൾ ലോകത്തിൻ്റെ കഥകളിൽ മുൻനിരകളുടെ പേടി സ്വപ്നമായും ആരാധകരുടെ വിശ്വാസവുമായി തലയുയർത്തി നിറഞ്ഞു നിൽക്കുന്നു. പോർച്ചുഗൽ രാജ്യാന്തര ജേഴ്സിയിൽ കേട്ട കഥകളേക്കാളും അപ്പുറം അയാളുടെ നിറഞ്ഞാട്ടത്തിൻ്റെ ഭീമഭാഗവും റയൽ മാഡ്രിഡിൻ്റെ തൂവുള്ള ജേഴ്സിയിലായിരുന്നു. കൂടെ സാന്റിയാഗോ ബെർണാബുവിൻ്റെ മൈതാനവും ഗാലറിയും പെപ്പെ എന്ന പന്താട്ടക്കാരൻ്റെ ഭൂരിഭാഗ കരിയറിനെയും സാക്ഷിയാക്കുന്നുണ്ട്. മാഡ്രിഡ് ആരാധകർക്ക് വേണ്ടിയും പോർച്ചുഗൽ ആരാധകർക്ക് വേണ്ടിയും അയാൾ നടത്തിയ പോരാട്ടങ്ങളുടെ കഥയും പെപ്പെ എന്ന ഇതിഹാസത്തിൻ്റെ വളർച്ചയും നമ്മൾ ഏറെ ചർച്ച ചെയ്തതാണ്. എന്നാൽ ഇന്നയാൾക്ക് 41 വയസ്സുണ്ട്. നിലവിലെ ഏറ്റവും പ്രായം കൂടിയ കളിക്കാരനെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ആ അക്കങ്ങൾ. ഇന്നേ വരെയുള്ള അയാളുടെ കരിയറിനെ വായിച്ചെടുത്ത് അവതരിപ്പിക്കുമ്പോൾ അതിലൊരു സൗഹൃദത്തിൻ്റെ കഥ കൂടി പറഞ്ഞു പോകേണ്ടതുണ്ട്. ഏകദേശം അടുത്തടുത്ത 2 വർഷങ്ങളിൽ പോർച്ചുഗൽ നാഷണൽ ടീമിലേക്ക് എത്തുന്ന പെപ്പെ റൊണാൾഡോ എന്ന ആ 2 പയ്യന്മാർ. അവരുടെ കഥ തുടങ്ങുന്നതും സൗഹൃദം ആരംഭിക്കുന്നതും അവിടെ നിന്നായിരുന്നു. പിന്നീട് ഒരുമിച്ചുള്ള നാഷണൽ ടീം യാത്ര, ക്ലബ് കരിയറുകൾ മാറി മാറി ഒടുവിൽ 2 പേരും റയൽ മാഡ്രിഡ് എന്ന ചെകുത്താൻ കോട്ടയിലേക്ക്. ഇരുകുപ്പായത്തിലും കണ്ടുതീർത്താൽ തീരാത്ത നിമിഷങ്ങൾ ഒരുക്കിയ അവരുടെ ഒരുമിച്ചുള്ള യാത്രയിൽ പതിയെ അറിയാതെ സൃഷ്ടിക്കപ്പെടുന്ന സൗഹൃദം മൂട്ടിയുറപ്പിക്കുന്ന ചില കാഴ്ചകളുണ്ടായിരുന്നു. എതിർ പ്രതിരോധങ്ങളുടെ പ്രഹരങ്ങൾക്ക് ഇരയാകുന്ന ക്രിസ്ത്യാനോ നിമിഷങ്ങൾക്ക് പകരം തൻ്റെ വലയത്തിലേക്ക് വന്നു കയറുന്ന എതിരാളികളുടെ മുന്നേറ്റങ്ങളോട് അയാൾ പുലർത്തുന്ന രീതികൾ തന്നെയായിരുന്നു അതിന് ഏറ്റവും വലിയ ഉദാഹരണം. എല്ലാം ആരാധകർ മതിവരുവോളം ആസ്വദിക്കുകയും ചെയ്തു. അത്തരം പ്രതികാര മൊമെൻറ്റുകൾ റയൽ മാഡ്രിഡിലും പോർച്ചുഗൽ ജേഴ്സിയിലും പതിവ് കാഴ്ചകളായി മാറിയിരുന്നു. ഗോൾ നേടിയതിനു ശേഷമുള്ള അവരുടെ ഒരുമിച്ചുള്ള സെലിബ്രേഷനും കളിക്ക് മുൻപും പരിശീലന ക്യാമ്പുകളിലെ ചില മുഹൂർത്തങ്ങളും ഒരു വലിയ ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥ കൂടി പറഞ്ഞു വയ്ക്കുകയായിരുന്നു. പല വിവാദങ്ങളിലും പെപ്പയെ അനുകൂലിച്ച് റൊണാൾഡോയും റൊണോയെ അനുകൂലിച്ച് പെപ്പയും വരുന്നതോടെ ജനങ്ങൾ, ആരാധകർ ആ സൗഹൃദത്തെ ഏറ്റെടുക്കുന്നു. പോർച്ചുഗൽ നാഷണൽ ടീമിന് ഒരു കാലത്ത് മുൻനിരയിൽ ക്രിസ്ത്യാനോയും ഡിഫൻസിൽ പെപ്പയും ഇല്ലാതിരുന്ന ഒരു ഫോർമേഷൻ സ്വപ്നങ്ങളിൽ പോലും ഉണ്ടായിരുന്നേയില്ല. പെപ്പയെ സംബന്ധിച്ച് റൊണാൾഡോ എന്ന താരത്തിൻ്റെ വളർച്ചയോടും പോരാട്ടങ്ങളോടും തീർത്ത ബഹുമാനവും ആരാധനയും തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ റൊണാൾഡോ പലപ്പോഴും നേരിടേണ്ടി വന്ന നിരവധി ഇമോഷണൽ സമയങ്ങളിലും അന്നു മുതൽ ഇന്നേ വരെ പെപ്പെ എന്ന മനുഷ്യൻ്റെ സാന്നിധ്യവും വാക്കുകളും അയാളെ തേടിയെത്തിക്കൊണ്ടേയിരുന്നു. തൻ്റെ കരിയർ അത് റൊണാൾഡോയ്ക്കൊപ്പമേ അവസാനിപ്പിക്കൂ എന്ന്, അയാളുടെ വിജയങ്ങൾക്ക് വേണ്ടി മാക്സിമം മൈതാനങ്ങളിൽ ഞാൻ പരിശ്രമിക്കുമെന്ന് അയാൾ വാക്കുകളിൽ പറഞ്ഞവസാനിപ്പിക്കുമ്പോൾ അതുതന്നെ ആ സൗഹൃദത്തിന് ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ്. ഇന്നയാൾക്ക് 41 വയസ്സുണ്ട്. ഈ പ്രായത്തിൽ പോർച്ചുഗൽ കുപ്പായത്തിൽ അയാൾ ജർമ്മനിയിലേക്ക് വരുന്നത് ആ വാക്കുകൾക്ക് ജീവൻ നൽകുവാനും തൻ്റെ സുഹൃത്തിന് വിജയം സമ്മാനിക്കുവാനും തന്നെയാകണം. ഇങ്ങനെ ഇതുവരെ പറയാതെ പറഞ്ഞു വെക്കുന്ന ആ സൗഹൃദത്തിൻ്റെ അവസാന പതിപ്പ് കൂടെയാകാം ജർമ്മനിയിൽ ഒരുങ്ങുന്ന ഈ യൂറോ കപ്പ് വേദി. 39ഉം 40ഉം പിന്നിട്ട ഇതിഹാസങ്ങളുടെ കരിയർ സാക്ഷിയായ യഥാർത്ഥ ആരാധകർക്ക് അതൊരു തീരാ നഷ്ടം കൂടെയാകും. പക്ഷേ എതിരാളികൾക്ക് ഈ കഥ അങ്ങനെ അത്ര എളുപ്പം അവസാനിപ്പിക്കാൻ സാധിക്കണമെന്നില്ല. കാരണം സർവ്വപരിധിയും ലംഘിച്ച് പെപ്പയും എതിരാളികളുടെ ആത്മാവിനെ പോലും തകർക്കുവാൻ റൊണാൾഡോയും ഒരുങ്ങിത്തന്നെയാണ് അവസാന യൂറോയിലേക്ക് വരുന്നത്. ആ സുഹൃത്തുക്കളുടെ മരണപ്പോരാട്ടങ്ങൾക്ക് തന്നെ ജർമ്മനി സാക്ഷിയാകേണ്ടി വരും. അതെ, യൂറോയിലേക്ക് അവർ വരികയാണ്.